നമ്മുടെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള വിജയൻ സാറ് ഇപ്പോൾ ഒരു പ്രധാന താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം പണ്ടും സാമൂഹ്യ മാധ്യമ ഫ്രെയിമുകൾക്കും മോട്ടിവേഷനുകളുടെ അതുപോലെയുള്ള ക്ലാസ്സുകൾക്കും പരിപാടികൾക്കുമൊക്കെ വളരെ കാമ്പും കഴമ്പുമുള്ള സന്ദേശം നൽകുന്ന ഒരാളായിരുന്നു. എനിക്കറിയാം, ഒരു 15 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ജീവിതാനുഭവങ്ങൾ വെച്ച് കഥ പറയാൻ അന്ന് കണ്ടെത്തിയ 10 പേരുകളിൽ ഒരാളായിരുന്നു വിജയൻ സാറ്. ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോഴൊക്കെ എനിക്ക് മാനസികമായൊരു പ്രയാസമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള മറ്റു പല സംഗതികളുമാണ് എന്നുള്ളതായിരുന്നു സത്യം. കറപുരളാതെ കർമ്മമണ്ഡലത്തിൽ അങ്ങനെ നിലനിന്ന് പോരുന്ന ഒരാളാണ് ബഹുമാന്യനായ വിജയൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു അവതരണം, ആ അവതരണത്തിൻ്റെ ഒരു ഭംഗി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. അത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കാണാം. എൻ്റെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ വയലാണ്. അന്നും ഇന്നും ഒരേപോലെ തന്നെ. അവിടെ പണ്ട് പഠിക്കാൻ കാര്യമായ സൗകര്യങ്ങളും കാര്യമായ പഠിപ്പിസ്റ്റുകളും ഇല്ലാത്തൊരു കാലത്ത് ഞാൻ ചുമ്മാ ഒരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ, എനിക്കൊരു IPS കാരണം. എന്നോടിത് പുറത്ത് ഞാൻ അബദ്ധവശാൽ പറഞ്ഞവരൊക്കെ ചിരിച്ചു, കളിയാക്കിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നില്ല, കാരണം എനിക്കത് നേടണമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നവും കൊണ്ട് കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട്ട് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. പോകുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചതായിട്ട് എനിക്ക് ഓർമ്മ. പിന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഒരു ദിവസം കാര്യമായ വിവരമൊന്നും ഇല്ലാത്ത ഞാൻ IPS കാരനായി. പിന്നെ ഞാൻ കരുതി, ഇനി ഇത്രയും ചെറിയ സ്വപ്നമായിപ്പോയല്ലോ ഞാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു സ്വപ്നമുണ്ടായാൽ അത് യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യമായിരുന്നു. അന്ന് ഞാൻ കരുതി, ഇനി എന്ത് ചെയ്യും, അടുത്ത സ്വപ്നം എന്ത് കാണാം. അന്ന് കരുതിയ ഒരു സ്വപ്നമാണ് നിങ്ങളെപ്പോലുള്ള കുറെ കുട്ടികളോട് സ്വപ്നത്തിന്റെ മാതൃകത പറയാം, എന്നിട്ട് നിങ്ങളെല്ലാവരും മർച്ചൻസ് ഓഫ് ഡ്രീംസ് ആക്കി മാറ്റാം, സ്വപ്നത്തിന്റെ വ്യാപാരികളാക്കി മാറ്റാം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും, എന്റെ സ്വപ്നം വളരെ ചെറുതാണ്. നിങ്ങളൊക്കെ ഇന്നത്തെ 21st സെഞ്ച്വറിയിൽ ഞൊടിയിടയിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ, നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ നിങ്ങളെ വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ടീച്ചേഴ്സ്മാരുണ്ടാകുകയും ഇതേപോലെ SPCയെ പോലെയുള്ള ഇത്രയും വലിയൊരു മഹത്തായ പദ്ധതിയിൽ ഭാഗമാകാനൊക്കെ പറ്റുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നം നിങ്ങൾ കാണരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, അതിബൃഹത്തായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണണം. വളരെ മനോഹരമായിട്ടാണ് വിജയൻ സാറ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ പിന്തുടർന്ന കഥ പറയുന്നത്. ആ വാക്കുകളുടെ ഗാംഭീര്യവും ആഴവും അനുഭവത്തിൻ്റെ കരുത്താണ്. അല്ലാത്ത ചിലരൊക്കെ ചില പ്രാസം ഒപ്പിച്ച് ഭാവവ്യത്യാസങ്ങളോടെ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. അതൊക്കെ കള്ളന്മാരാണ്, അഭിനയക്കാരാണ്, തട്ടിപ്പുകാരാണ്, ആളുകളെ കുപ്പിയിലിറക്കുന്നവരാണ്. ആ കുപ്പിയിലിറക്കുന്നവരല്ലാത്ത അനുഭവത്തിൻ്റെ ആഴവും കാമ്പും കരുത്തുമുള്ള മനുഷ്യരുണ്ട്. അവർ നിവർന്ന് നിന്ന് പറയുന്ന അനുഭവത്തിന് അതിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടാവും, ജീവനുണ്ടാവും. അതിൽ കണ്ണീരിൻ്റെ ഉപ്പും കഷ്ടപ്പാടുകളുടെ നനവും വിയർപ്പിൻ്റെ ഗന്ധവുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പോലീസ് ഓഫീസറാണ് വിജയൻ സാർ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ ഒരു വലിയ മഹാപ്രതിഭ. അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിൽ വരുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. മാതൃകയാവാനാകട്ടെ ഒരുപാട് മനുഷ്യർക്ക് ഇനിയും അദ്ദേഹത്തിന്.